ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് അപ്പ്. ഇന്ന് ഞാനൊരു ബ്രെഡ് കസ്റ്റർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഞാനെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു തരാം. അതിനു വേണ്ടി ഞാനിതാ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓയിലും നെയ്യൊന്നും സ്പ്രെഡ് ചെയ്യാതെയാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഓരോന്നും ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായി കസ്റ്റർഡ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിതാ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് തിളച്ച് വരുമ്പോഴത്തേന് അതിലേക്കുള്ള കസ്റ്റർഡ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനു വേണ്ടി ഞാനിതാ ഒരു പാത്രത്തിൽ 3 സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പാലൊക്കെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കുക, അതാവുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പം ഞാൻ ഇത്ര പോലെ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കട്ടോ. അപ്പം ഞാൻ ഇത്ര പോലെ ഷുഗർ ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റർഡ് മിക്സ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ആ പാലിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഈ കസ്റ്റർഡ് മിക്സ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ നമ്മൾ ഈ കസ്റ്റർഡ് മിക്സ് ഈ പാലിൽ മിക്സായിട്ട് നല്ലവണ്ണം കുറുകി വരും. അപ്പോൾ അത്രയും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ആയിട്ടുള്ളത്. ഇത്രയും ആയാൽ മതി ട്ടാ. ഇനി ഞാൻ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റർഡിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ഇതേപോലെ നിരത്തിയിട്ട് 2 ലെയറായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കി കസ്റ്റർഡും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ചെറുതായി കട്ട് ചെയ്ത ഈത്തപ്പഴവും കുറച്ച് റോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതന്നെ ചേർത്ത് കൊടുക്കണം എന്നില്ല, ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതേപോലെ തന്നെയാണ് കേട്ടോ, അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. പിന്നെ ഈ പുഡിങ് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴും അതേപോലെ തന്നെ പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ പുഡിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.